ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അണ്ണൻ്റെ പടം അങ്ങനെ റിലീസിന് അടുത്തുകൊണ്ടിരിക്കുവാണ്. ഫാൻ ഷോ നടക്കാൻ പോകുന്നത് വെളുപ്പിന് 6 മണിക്കാണ് ഓൾ കേരള നടക്കാൻ പോകുന്നത്. അങ്ങനെ എത്ര നാളത്തെ കാത്തിരിപ്പിന് ഒടുവിലാണെന്നറിയാവോ നമ്മുടെ അണ്ണൻ്റെ പടം റിലീസിനെത്തുന്നത്. എത്രയോ ഹേറ്റേഴ്സ്, എത്രയോ പേര് പടം മാറ്റി വെച്ചു. അവസാനം തമിഴ്നാട് സർക്കാർ വരാൻ നമ്മുടെ അണ്ണൻ്റെ കയ്യിലായി. ഇപ്പം തന്നെ സിനിമയുടെ ഡ്യൂപ്ലിക്കേറ്റ് പ്രിൻ്റ് 1 കോടിയിൽ മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷേ 2 കോടി ആൾക്കാർ നമ്മുടെ അണ്ണൻ്റെ പടം തിയേറ്ററിൽ തന്നെ കാണണം എന്ന് വാശി പിടിച്ചുകൊണ്ട് ഇപ്പോഴും നിൽപ്പുണ്ട്. പക്ഷെ അവർ മതി, നമ്മുടെ ഫാൻസുകാർ മതി നമ്മുടെ അണ്ണൻ്റെ പടം വീണ്ടും തിയേറ്ററിൽ നല്ല ഗംഭീരമായി ആഘോഷിക്കാൻ. കുറേ പേര് വിജയുടെ പടം വാക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പോകാൻ പറ, 10 പേര് പോയാൽ 100 പേര് വരും. അപ്പോഴാണ് ടോവിനോ തോമസ് നായകനെത്തിയ പുതിയ സിനിമയായിരുന്നു പള്ളിച്ചട്ടമ്പി. സിനിമ ഒരു വലിയ ഹൈപ്പിലൊക്കെ ആയിരുന്നു തിയേറ്ററിലൊക്കെ റിലീസിന് എത്തിയത്. പക്ഷേ പ്രതീക്ഷിച്ച അത്ര വിജയം തിയേറ്ററിന് ലഭിച്ചില്ല. പൃഥ്വിരാജിൻ്റെ ക്യാമിയോ റോൾ ഉണ്ടായിട്ട് പോലും ചിത്രത്തിൻ്റെ അത്ര വലിയ രീതിയിലുള്ള കളക്ഷൻ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഏതാ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വരുന്ന 24-ാം തീയതി സോണി ലൈവിൽ കൂടി ആയിരിക്കും സിനിമ ഒഫീഷ്യൽ OTT റിലീസ് നടത്താൻ പോകുന്നത്. GV പ്രകാശ് നായകനെത്തുന്ന പുതിയ സിനിമയാണ് ഇമ്മോർട്ടൽ. സിനിമയുടെ ടീസറൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര വലിയ ക്വാളിറ്റിന് ഫീൽ ചെയ്തില്ല. പക്ഷേ സിനിമയിലൊക്കെ അത് കുഴപ്പമില്ലെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. സിനിമയുടെ റിലീസ് ഡേറ്റും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ മാസം 23-ാം തീയതിയായിരുന്നു. പക്ഷേ നമ്മുടെ അണ്ണൻ്റെ പടം ഇറങ്ങുന്നത് കൊണ്ട് സിനിമയുടെ റിലീസ് ഡേറ്റ് അങ്ങനെ മാറ്റി വെച്ചിരിക്കുവാണ്. പിന്നെ ഇൻസ്റ്റയിലും എക്സിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ദളപതി വന്നാൽ മാറിക്കൊടുക്കേണ്ടതല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. പുതിയ റിലീസ് ഡേറ്റ് പുറകെ വരുമായിരിക്കും.